الله الصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الصلاة അടുത്ത ഫصل الترغيب في صلاة الجماعة وما جاء في من خرج يريد الجماعة فوجد الناس قد صلوا. ജമാഅത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളും അതുപോലെ ജമാഅത്തിന് വേണ്ടി ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പക്ഷെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تضعف على صلاته في بيته وفي سوقه 25 ضعفا. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് അയാൾ വീട്ടിൽ ഒറ്റക്കോ അതല്ല എങ്കിൽ അയാളുടെ കച്ചവട സ്ഥലത്തോ നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. وذلك أنه إذا توضأ فأحسن الوضوء അവൻ നല്ല രീതിയിൽ വുളു എടുക്കുകയും ثم خرج إلى المسجد لا يخرجه إلا الصلاة അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയാണ്, നിസ്കാരമല്ലാതെ മറ്റൊന്നും അവന്റെ ഉദ്ദേശമില്ല. ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജതൻ അവൻ ഒരു കാലടി വെക്കുമ്പോൾ അവന്റെ ദറജ ഉയരുകയും വഹുത്ത അൻഹു ബിഹാ ഖതിയതുൻ ഒരു ദറജ ഉയർത്തുകയും അതുപോലെ തന്നെ ഒരു പാപം ഒഴിവാക്കുകയും ചെയ്യും. ഫഇദാ സല്ല അങ്ങനെ അവൻ നിസ്കരിച്ചാൽ ലം തസലിൽ മലായിക തുസല്ലി അലൈഹി മാ ദാമ ഫീ മുസല്ലാഹ് അവൻ നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച ആ സ്ഥലത്ത് ഇരിക്കുന്നിടത്തോളം നേരം മലക്കുകൾ അവന്റെ മേലെ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. മാലം യുഹ്ദിസ് അവന്റെ വുളു നഷ്ടപ്പെടാത്തോളം കാലം നേരം. അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹി അവന്റെ മേലെ നീ സ്വലാത്ത് അല്ലാഹുവേ നീ സ്വലാത്ത് ചൊരിയണമേ, അല്ലാഹുമ്മ അർഹംഹു അവന് കാരുണ്യം ചൊരിയണമേ. വലാ യസാലു ഫീ സ്വലാത്തി മൻ തളറ സ്വലാ ഒരാൾ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തോളം നേരം അവൻ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ അവന്റെ കച്ചവട സ്ഥലത്തോ മറ്റോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി ഫദ്ല് കൊണ്ടും പ്രതിഫലം കൊണ്ടുമെല്ലാം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവൻ വുളു എടുത്ത് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ഓരോ കാലടിക്കും ദർജകൾ ഉയർത്തും പാപങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവിടെ ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്ന അത്രയും നേരം മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവന്റെ വുളു മുറിയുന്നത് വരെ. ഇവിടെ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞെടുത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മസ്ജിദിലായാൽ മതി, അതല്ലെങ്കിൽ മസ്ജിദിലായാൽ മതി, അതിലെവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നതും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതും നിസ്കരിച്ച സ്ഥലം ഏതാണോ അവിടെ തന്നെ ഇരിക്കലാണ്. അതുപോലെ മസ്ജിദിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ചിട്ടാവട്ടെ സുന്നത്ത് നിസ്കരിച്ചിട്ടാവട്ടെ ഇരിക്കുമ്പോഴെല്ലാം ഈ പ്രതിഫലം ഉണ്ടാകും. മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവന്റെ വുളു നഷ്ടപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മ്ലേച്ഛമായ സംസാരത്തിൽ ഏർപ്പെടുന്നത് വരെ അവൻ ആ തുടർച്ചയായി നിൽക്കും തോറും അത് ലഭിക്കും. ഇനി എന്തെങ്കിലും ഒരു ശർഈയായ കാരണത്തിന് വേണ്ടിയിട്ടാണ് അവൻ എഴുന്നേറ്റ് മാറുന്നത് എങ്കിലും അവന് നിയ്യത്തുണ്ട്, അവിടെ തന്നെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം പിന്നെ ഒന്നെങ്കിൽ ഒരു ഇൽമിന്റെ ഹൽഖയിലേക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ മാറിപ്പോവുകയാണ്, അതല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ അവന് ആ പ്രതിഫലം ലഭിക്കും ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറുകയാണെങ്കിൽ. അല്ലെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഇരിക്കും തോറും അവന് വേണ്ടി മലക്കുകൾ അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുവേ അവന് വേണ്ടി അവന് നീ സ്വലാത്ത് ചൊരിയണമേ, അല്ലാഹുമ്മ അർഹംഹു അവന് നീ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിസ്കാരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം അത്രയും ഒരാൾ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ ഫദ്ലും അതുപോലെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകാതെ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال صلاة الجماعة أفضل من صلاة الفذ ب27 درجة. ജമാഅത്ത് ആയിട്ടുള്ള നിസ്കാരം
ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജകൾ ഇരട്ടി ശ്രേഷ്ഠതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ജമാഅത്ത് നിസ്കാരത്തിന്റെ ഫർള് പറയുന്നിടത്ത് 25, 26, 27 എന്നിങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മക്കൾ വിശദീകരിക്കുന്നത് ഓരോ ഘട്ടത്തിൽ ആ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ തന്നെ അയാളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ അനുസരിച്ച് അയാളുടെ ഖുശൂഉം മറ്റുമെല്ലാം അനുസരിച്ച് 25 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നവരുണ്ടാകും, 26 ഉണ്ടാകും, 27 ഉണ്ടാകും. അതാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞതും കാണാം. അപ്പൊ ഈ മൂന്ന് തരത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. وعن ابن مسعود رضي الله عنه قال ابن مسعود رضي الله عنه പറഞ്ഞു من سره أن يلقى الله غدا مسلما فليحافظ على هؤلاء الصلوات. ആരാണോ നാളെ അള്ളാഹുവിനെ മുസ്ലിമായി കൊണ്ട് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ അവന്റെ ഈ നിസ്കാരങ്ങൾ യഥാർത്ഥ രൂപത്തിൽ കാത്തു സൂക്ഷിക്കട്ടെ. ഹൈസു യുനാദാ ബിഹിൻ, ആ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ. ഫഇന്ന അല്ലാഹ തആല ശറഅ ലിനബിയിക്കും സുനനൽ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേർമാർഗത്തിന്റെ വഴികളെല്ലാം രീതികളെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, ഈ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നേർമാർഗത്തിന്റെ പെട്ട കാര്യങ്ങളാണ്. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, ജമാഅത്തിന് പങ്കെടുക്കാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളെ പോലെയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്കിൽ, ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ നബിയുടെ സുന്നത്താണ്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താ. അപ്പോ അതാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലളൽതും, നിങ്ങൾ നബിയുടെ സുന്നത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചു പോകും. ഗൗരവമുള്ള വാക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ജമാഅത്തായി നിസ്കരിക്കൽ. അത് നിങ്ങൾ പാഴാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിഴച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ ഒരു വാക്കുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഞാൻ പിഴച്ചു പോകുമോ എന്നുള്ള പേടി കാരണത്താലാണ് അത് എന്ന്. അപ്പോ ജമാഅത്തായ നിസ്കാരം ഒഴിവാക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒഴിവാക്കലാണ്. അതുപോലെ തന്നെ നിങ്ങൾ അത് പിഴച്ചു പോകാൻ കാരണമാവുകയും ചെയ്യും. വമാ മിൻ റജുലിൻ യതതഹറു ഫയഹ്സിനു തുഹൂറ, ഒരു വ്യക്തിയുമില്ല അവൻ നല്ല രീതിയിൽ വുദു എടുക്കുകയാണ്, ثم يعمد الى مسجد من هذه المساجد, എന്നിട്ട് ഏതെങ്കിലും ഒരു മസ്ജിദിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ജമാഅത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ ഹസനതൻ, അല്ലാഹു തആല അവന്റെ ഓരോ കാലടിയിലും നന്മ രേഖപ്പെടുത്തും. വയർഫഉഹു ബിഹാ ദറജതൻ, അവന്റെ ദറജ ഉയർത്തും. വയഹത്തു അൻഹു ബിഹാ സയ്യിഅതൻ, അവന്റെ ഒരു പാപം മായ്ച്ചു കളയും. വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല ആരെങ്കിലും ജമാഅത്ത് നിസ്കാരം വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ നിഫാഖിന്റെ ആളായിട്ട്, നിഫാഖ് അറിയപ്പെടുന്ന ഒരാളായിട്ടല്ലാതെ അവനെ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. വലഖദ് കാന അർറജുലു യുഅതാ ബിഹി യുഹാദാ ബൈന അർറജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫ്. ഇനി രോഗം കാരണത്താൽ ചില ആളുകൾ ജമാഅത്തിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അഥവാ രോഗികൾക്ക് ഉഴുതുണ്ട്, സ്ഥിരമായി ജമാഅത്ത് പങ്കെടുക്കുന്ന ഒരാളാണ്, പക്ഷെ എന്തെങ്കിലും ഒരു രോഗം കാരണത്താൽ അവന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന് ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ പ്രതിഫലം ലഭിക്കും. പക്ഷെ എന്നിട്ടും സഹാബികളിൽ ചിലർ രണ്ടാളുകളുടെ ഒപ്പം വന്നു നിന്നിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് അവർ ജമാഅത്തിന് വേണ്ടി നിൽക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു, നിൽക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. മറ്റൊരു റിവായത്തിൽ لقد رأيتنا وما يتخلف عن الصلاة إلا منافق قد علم نفاقه أو مريض. ജമാഅത്ത് നിസ്കാരം വിട്ടിരിക്കുന്ന ആളുകളെ ഒന്ന് മുനാഫിഖായിട്ടാണ് കാണാറുള്ളത്, അല്ലെങ്കിൽ രോഗിയായിരിക്കും. രോഗികളോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഒരു കാരണമല്ലാതെ ഒഴിവാക്കുന്നവർ നിഫാഖിന്റെ ആളുകളായിട്ടാണ് ഞങ്ങൾ പരിഗണിച്ചിരുന്നത്. ഇൻ കാന അർറജുലു ലയംശി ബൈന റജുലൈനി ഹത്താ യഅതി الصلاة, രോഗിയായിരുന്നിട്ടും ചില ആളുകൾ അവർ രണ്ടാളുകളോടൊപ്പം താങ്ങി പിടിച്ചുകൊണ്ട് നിസ്കാരത്തിന് വരുന്ന അവസ്ഥ സുഹാബികളുടെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ മൂന്ന് അവസ്ഥ ഉണ്ടാവും. ഒന്ന്, ചെറിയ എന്തെങ്കിലും രോഗങ്ങൾ, അവർക്ക് ദുനിയവിയായ മസ്ലഹത്തുകൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്, കച്ചവടത്തിന് പോകുന്നുണ്ട്, ബാക്കിയുള്ള കാര്യത്തിന് പോകുന്നുണ്ട്, അയാൾ മസ്ജിദ് ഒഴിവാക്കുക എന്നുള്ളത് ശരിയല്ല, അയാൾക്ക് ഉഴുതിറില്ല. രണ്ട്, കഠിനമായ രോഗം, അയാൾക്ക് ദുനിയവിയായ മസ്ലഹത്തിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ, ആ സമയത്ത്
അയാൾക്ക് ഉദ്റുണ്ട്, അയാൾക്ക് ജമാഅത്തിന്റെ ആളാണെങ്കിൽ, ജമാഅത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തും. മൂന്നാമത്തേത് മുത്തവസ്സിത്തായിട്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാറുന്നതായിരിക്കും. ഒരു രോഗം എത്രത്തോളമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ അവന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ ഒഴിവാക്കിയ ഉദ്റുണ്ട്. അതല്ലാതെ ഉദ്റില്ലാതെ വെറുതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവന് ആ ജമാഅത്ത് പിന്നെ ജമാഅത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടില്ല. ഉദ്റുണ്ടായിരിക്കണം, അതിന് മാത്രമുള്ള രോഗമായിരിക്കണം. വഖാല, എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമനാ സുനനുൽ ഹുദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർമാർഗത്തിന് ആവശ്യമായിട്ടുള്ള, ഹിദായത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വ ഇന്ന മിൻ സുനനിൽ ഹുദാ അസ്സലാത്തു ഫിൽ മസ്ജിദിൽ ലദീ യുഅദ്ദനു ഫീഹി. മസ്ജിദിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന നേർമാർഗത്തിന്റെ സുന്നത്തുകൾ, രീതികളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് മുറുകെ പിടിക്കണം എന്നറിയിക്കാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹാബികൾ വളരെയധികം ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം. ഒറ്റക്ക് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല, സ്വഹീഹാകുമെന്ന് ഈ ഹദീസിന് മനസ്സിലാക്കാം. പക്ഷേ ജമാഅത്തായി നിസ്കരിച്ചില്ലെങ്കിൽ, പങ്കെടുക്കുന്നില്ല എങ്കിൽ, യാതൊരു ഉദ്റുമില്ലാതെ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമായിട്ടാണ് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.